ഞാൻ കാറിലിരുന്ന് വീഡിയോ പിടിക്കുകയാണ്. എന്തൊരു കമ്മിറ്റഡ് ആയിട്ടാണ് വീഡിയോ പിടിക്കുന്നതെന്ന് നോക്കിയാൽ. അബുദാബി ടു ദുബായ് പോവാണ്. ഇവിടെ ഉണ്ട്, അതൊരു ഭംഗിയില്ല ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചത്. നോക്ക്, ഇന്ന് ഞാനൊരു വീഡിയോയുടെ ക്ലിപ്പ്, കുറേ പഴയതാണെന്ന് എനിക്ക് തോന്നുന്നു, പക്ഷെ ഇപ്പോഴാണ് ഞാൻ നോട്ടീസ് ചെയ്തത് കേട്ടോ. നമ്മുടെ മല്ലിക സുകുമാരനില്ലേ, അവർ ഇരുന്ന് ഇങ്ങനെ പറയണം. അത് പാട്ട് ഡിസ്റ്റർബൻസ് ആണെന്ന് തോന്നുന്നു അല്ലേ, ഇച്ചിരി കൂടെ കുറച്ച് വയ്ക്കും. കേൾക്കുന്നുണ്ടോ വിൻ്റണ്ണന്? ഒരു സൗണ്ട് ഓഫ് ആക്കട്ടെ, 2 മിനിറ്റ് കഴിഞ്ഞിട്ട് വയ്ക്കും. അപ്പോൾ മല്ലിക സുകുമാരൻ്റെ വീട്ടിൽ ആരൊക്കെയോ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നിന്ന കുട്ടികൾ, അവർ അസമയങ്ങളിൽ ഫോൺ ചെയ്യുന്നു, അല്ലെങ്കിൽ മേ ബി അവരുടെ ബോയ് ഫ്രണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ പ്രൈവറ്റ് കാര്യമായിരിക്കാം. പക്ഷേ ഇവർ പറയുന്നത് അവർക്ക് രാത്രിയൊക്കെ ഉറങ്ങാനൊക്കെ ഡിസ്റ്റർബൻസ് ആകുന്നു. അവരുടെ ഒരേ റൂമിലാണോ എന്നൊന്നും നമുക്കറിയില്ല കേട്ടോ. പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു പക്ഷേ ഹാളിൽ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ലൈറ്റ് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് അവരുടെ വീടാണ്, അപ്പോൾ അവർക്കൊരു പ്രൈവസി കുറവ് തോന്നിയിട്ടുണ്ടാവും, അതായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അടിയിൽ വന്നേക്കുന്ന കമൻസാണ് എൻ്റെ ഈ വീഡിയോയ്ക്ക് ആധാരം കേട്ടോ. അത് അവരുടെ വീട്ടിൽ അവരുടെ ഒരു റൂൾ ഉണ്ടാവുമല്ലോ. നമ്മൾ പൈസയ്ക്ക് ആളെ നിർത്തിയേക്കുമ്പോൾ നമ്മുടെ ഒരു റൂൾ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഇപ്പം അവരുടെ വേറെ റൂമിലിരുന്നിട്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ അത് ഇവരുടെ കൺസേൺ അല്ല അല്ലേ. എന്തെങ്കിലും പറയട്ടെ, നമുക്കെന്താ, അവർ ഫോണിൽ സംസാരിക്കുകയോ അവരാരുടെങ്കിലും ഉണ്ടോ, അവർ തടവുപുള്ളിയൊന്നും അല്ലല്ലോ ഫോണിൽ സംസാരിക്കണ്ടെന്ന് പറയാൻ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വേറെയും കഥകളുണ്ടാവും, നമുക്കറിയില്ല. പിന്നെ രാത്രി 9:30 അവർക്ക് ഫോൺ വന്നിട്ട് വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞവർ ബാഗ് എടുത്ത് ഇറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു, ഇത്ര കുട്ടിക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ്, ഏതോ ബന്ധു വന്ന് കൊണ്ടുപോകുന്നു പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു, ഈ രാത്രിയൊക്കെ പോകണോ, വെളുപ്പിന് പോയാൽ പോരെന്ന് ചോദിച്ചപ്പോൾ അതും കുറ്റമായി എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാണ്, ചിലപ്പോൾ ജെനുവിൻ കാര്യമായിരിക്കാം, അവർക്ക് അവരുടെ വീട്ടിലെ കാര്യത്തിന് പോകാതിരിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മളെന്ത് ഉറപ്പിച്ചാണ് പെൺകുട്ടികളെയും സ്ത്രീകളെയൊക്കെ രാത്രി നമ്മളുടെ സംരക്ഷണയിൽ കഴിയുന്നവരെ നമ്മൾ അങ്ങോട്ട് ഇറക്കി വിടുന്നത് രാത്രിയിലേക്കല്ലേ, നമ്മളറിയില്ലാത്ത. അപ്പോൾ ഇതെല്ലാം ഒന്ന് കൺസിഡർ ചെയ്തിട്ട് വേണ്ടേ കമൻ്റ് അടിക്കാനായിട്ട്, അതൊരു കാര്യം. സെക്കൻഡ് തിങ്, ഇവർക്ക് പ്രായമായതുകൊണ്ട് ഇവരൊറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവരുടെ എല്ലാ മരുമക്കളും വേറെ താമസിക്കുന്നത്, ഭാഗ്യവതികളും ഭാഗ്യവാന്മാരും അല്ലേ. കാരണം ഇവർക്ക് അവരുടേതായ ഒരു ചിട്ടയൊക്കെ ആയിരിക്കും. ഇരുന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിലുള്ള മരുമകളൊക്കെ ചിലപ്പോൾ റിയാക്ട് ചെയ്തെന്നിരിക്കും, എനിക്കറിയില്ല കേട്ടോ. ഞാനിപ്പോൾ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടില്ലേ, നമ്മളിപ്പോൾ പ്രവാസ ജീവിതം കഴിഞ്ഞ് പോകുമ്പോൾ ഇപ്പം പെട്ടെന്ന് അങ്ങോട്ട് നമുക്കിങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ട് എനിക്കൊന്നും അറേഞ്ച് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചങ്ങോട്ട് പോകുന്നത്. പക്ഷേ അതൊരു പ്രയാസത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് എനിക്കൊരു തോന്നലുണ്ടാവുകയാണ്. എന്താണാവോ അങ്ങനെ ഒരു തോന്നൽ? ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം, ഞാനത് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, തോന്നലായിരിക്കാം. 1-2 ആഴ്ചയൊക്കെ നിൽക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ സ്ഥിരമായിട്ട് വരുന്നെന്ന് പറയുമ്പം അവരുടെ മെൻറ്റാലിറ്റി ഒന്നും അത്ര ക്ലിയർ അല്ല ആയിരിക്കാം. ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യക്കുറവ് തോന്നുന്നുണ്ടാകാം. ഈ വയസ്സായ ആൾക്കാർക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആ പ്രായമാകുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും എന്നും എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷേ വേണ്ട, അതിനെപ്പറ്റി ഞാൻ പറയണില്ല. അപ്പോൾ നമ്മുടെ മല്ലിക സുകുമാരൻ പറഞ്ഞ കാര്യത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവർ അതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. അത് ആ സന്ദർഭത്തിൽ അങ്ങനെയാണ് അവർക്ക് പെരുമാറാൻ പറ്റുള്ളൂ, ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയല്ലേ. പക്ഷെ അതിൻ്റെ അടിയിൽ വന്ന കമൻറ്റുകൾ, നിങ്ങളെ പണ്ട് ചെയ്തതൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന്. ശരിടാ, അവർക്കൊരു 10-72 വയസ്സുണ്ടാവും, 70 ഉണ്ടാവില്ലേ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഉണ്ടാവും. ആ സ്ത്രീയുടെ പഴയ കാലത്തെ പറ്റിയിട്ട്, അതായത് അവർ വിവാഹം കഴിച്ചല്ലോ ആദ്യം സുകുമാരനെ കഴിക്കുന്നതിന് മുമ്പേ. ഇതെന്താണത്, അതും ഇതുമായിട്ട് എന്താ ബന്ധം? ഇതാണ് പറയുന്നത്, കൂവി തോപ്പിക്കുകയാണ്. ഇവർക്ക് ഇവരെ തോപ്പിക്കാൻ പറ്റുന്നില്ല. ഇവർ നല്ല സ്ട്രോങ് ആയിട്ട് നിന്ന് ഇപ്പോഴും സ്വന്തമായിട്ട് സമ്പാദിച്ച് ജീവിക്കുന്ന, സ്വന്തം കാലിൽ നിന്ന് ജീവിക്കുന്ന ആ അമ്മയെ കണ്ടിട്ട് ചിലർക്കെങ്കിലും കുശുമ്പ്. അതുകൊണ്ടാണ് അങ്ങനത്തെ കമൻസൊക്കെ. ഈ പഴയ കാലം ചെകഞ്ഞിട്ടിട്ട് തോപ്പിക്കാൻ നോക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതിലെന്താ ഇതിനകത്തൊരു പഴയ കാലം എന്ന് എനിക്കറിയില്ല അവരുടെ ഇതിൽ. ഇന്ന് കാണുന്ന ആ ഒരു തരത്തിലുള്ള ജീവിതമൊന്നും അല്ലല്ലോ പണ്ട്. പിന്നൊന്ന്, നിങ്ങളുടെ കൊച്ചുമക്കളെ തുണി ഉടുപ്പിച്ചിട്ട് വന്ന് സംസാരിക്കുന്നത്. ചേടാ, അവരുടെ കൊച്ചുമക്കളെ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത് അവരാണോ തീരുമാനിക്കുക? ആ കുട്ടികളല്ലേ തീരുമാനിക്കുക? 10, 20, 22 വയസ്സായ അഡൾട്ട്സ് ആയിട്ടുള്ള കൊച്ചുമക്കള് എങ്ങനെ ഡ്രസ്സ് ചെയ്താൽ അവർക്ക് എന്താ? ഇതൊക്കെ വളരെ നാരോ ആയിട്ടുള്ളൊരു ചിന്താഗതിയാണല്ലേ, തോപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. അപ്പം ഞാനത് കേട്ടപ്പോൾ നമുക്കൊരു കണ്ടന്റും വേണമല്ലോ.
ഞാൻ കയ്യിൽ പിടിച്ചെടുക്കുകയാണ് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടും നിങ്ങളോട് സംസാരിക്കാനും. ഇനി ഒരു ദിവസം പോലും ഞാൻ എൻ്റെ യൂട്യൂബ് ഫാമിലിയെ കൈവിടുന്ന പ്രശ്നമില്ല. എനിക്കറിയാം നിങ്ങളെ ഉള്ളൂ എനിക്കെന്ന്. ഓക്കെ, ഇത് 2-3 മാസം ഈ കൈവിട്ട് പോയായിരുന്നു കേട്ടോ. ശരിക്കും ആക്ച്വലി ഞാനിത് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്നോർത്ത് മിണ്ടാതിരിക്കുമ്പോഴാണ് കൂടുതൽ ആളുകൾ നമ്മളെ കല്ലെറിയാൻ വരുന്നത്. നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല എന്നും പിന്നെ നമ്മളോട് എന്താ പറയുക എന്തുമാവാന്നും ഒക്കെ തോന്നും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ എന്താ പറയുക അധികം സംസാരിക്കാതെയും അവനവൻ്റെ കാര്യം നോക്കി ഇരുന്ന് പോകുന്ന ആളുകളെയും ചൂഷണം ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടാകും. ഇവനെ വായിലിട്ട് കുത്തിയാലും ഒന്നും പറയില്ല എന്ന ഒരു ധാരണ ആൾക്കാർക്ക് മുൻധാരണ ഉണ്ടാകും. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സ്വസ്ഥത കളയുന്നത്. നമ്മൾ നമ്മുടെ കാര്യം മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞിട്ട് സ്വസ്ഥത പോയാലും കുഴപ്പമില്ല. ഇപ്പം മല്ലിക സുകുമാരൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. അവരുടെ മനസ്സിൽ വരുന്നത് കൃത്യമായിട്ട് സംസാരിക്കുന്ന ഒരു അമ്മയാണ് അല്ലേ. അങ്ങനെ ആയിരിക്കണം സ്ത്രീകൾ. അവരുടെ മക്കൾക്ക് എന്താ ദോഷമുള്ളത്, ഒരു നല്ല നിലയിലല്ലേ കഴിയുന്നത്. ഹസ്ബൻഡിന് അത്രയും വയ്യാണ്ടായി മരിച്ചുപോയി എന്ന് കരുതിയത് അത് അദ്ദേഹത്തിൻ്റെ ആയുസ് എത്തിപ്പോയതായിരിക്കില്ലേ. എന്നാലും ആ അമ്മ ഇപ്പോഴും സ്വന്തം കാലിൽ നിന്ന് കാര്യങ്ങൾ നോക്കി ജീവിക്കുന്ന ഒരു അമ്മയല്ലേ. അതിലേക്ക് പാറാട്ടാതെ അതിനെയൊക്കെ പ്രശംസിക്കാതെ അവരുടെ പഴയ കാലം വലിച്ചിട്ട് ചെയ്യുന്ന ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കമൻറ്റ് ചെയ്യുന്നവർക്ക് പറയാനല്ലേ എളുപ്പമല്ലേ. ഇപ്പം എൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. യൂട്യൂബുകാരി എന്ന് പറഞ്ഞ് എന്നെ അധിക്ഷേപിക്കുന്നവരോട് എന്നാണ് എൻ്റെ തലക്കെട്ട്. ഞാൻ അതിൽ പറയുന്നത് ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് അധിക്ഷേപം ഉണ്ടെന്നല്ല. അതായത് എനിക്ക് എന്താ പറയുക, എനിക്ക് കുറച്ചിൽ തോന്നുന്നുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. യൂട്യൂബ് നല്ലതാണ്, അത് മനസ്സിലാക്കാതെ എന്നെ അധിക്ഷേപിക്കുന്നവരോടെന്നാണ്. അതായത് യൂട്യൂബുകാരി എന്ന് വിളിക്കുമ്പോൾ അതൊരു അധിക്ഷേപമാണ് എന്ന് കരുതുന്ന ചിലരാണല്ലോ അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയുന്നവരോടെന്നാണ് ആ തലക്കെട്ട്. അതിൻ്റെ അടിയിൽ ഒരു കമൻ്റ് ഉണ്ട്, ഒന്ന് പോയി നോക്കുക കേട്ടോ. ആരായിരുന്നു അത്? രജനീനായിരുന്നോ എന്തോ ഒരു പേര്, ഒന്ന് പോയി നോക്കണേ. അതിലെഴുതിയിരിക്കുകയാണ് ഇതുപോലെ, യൂട്യൂബ് നിങ്ങൾക്ക് അതിശയമാണോ തോന്നുന്നത്, എത്രയോ പേർക്ക് നല്ലതാണെന്നോ എന്തോ പറഞ്ഞിട്ടുണ്ട്. എനിക്കും നല്ലതാണല്ലോ യൂട്യൂബ് ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് ഇതെല്ലാം പറയാൻ കുറേ കൂട്ടുകാരും ഒരു പ്ലാറ്റ്ഫോമും ഉള്ളത് അല്ലേ. അല്ലെങ്കിൽ ഞാൻ എവിടെ ആരോട് നോക്കി പറയും? ആകാശത്തോട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ. അറ്റ്ലീസ്റ്റ് പറയാൻ കുറച്ചൊരു കൂട്ടായ്മ ഉള്ളത്, ഒരു ട്രൈബ് ഞാൻ ഉണ്ടാക്കിയെടുത്തില്ലേ. 2000, 3000, 4000 പേരാണെങ്കിലും ഒരു കല്യാണത്തിന് വിളിച്ചാൽ മാക്സിമം ആളുകൾ എത്ര ഉണ്ടാവും? എത്ര പ്രഗത്ഭരുടെ കല്യാണമാണെങ്കിലും ഒരു 5000, 6000 പേരിൽ കൂടുതൽ നമുക്ക് കൊള്ളിക്കാൻ ഒക്കില്ല ഒരു ഹാളിൽ അല്ലേ. അപ്പോൾ ഈ യൂട്യൂബിൻ്റെ അവിടെ വന്നിരുന്ന് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ 5000 പേരൊക്കെ വന്നിരുന്ന് കാണുക എന്ന് പറയുന്നത് ഞാനതൊരു ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് യൂട്യൂബുകാരി എന്ന് വിളിച്ച് എന്നെ അധിക്ഷേപിക്കുന്നവരോട് എന്നാണ് ഞാൻ പറഞ്ഞത്, അതിലത് യൂട്യൂബ് ഒരു അധിക്ഷേപമാണെന്നല്ല. അപ്പം ഇത് കണ്ട ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ അതിൽ എത്രയോ കമൻറ്റ്സ് എല്ലാവർക്കും മനസ്സിലായി. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത് പറയുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി. പക്ഷേ ചിലരിങ്ങനെ പറയുന്നുണ്ടോ. അപ്പം എനിക്ക് പറയാനുള്ളത് തുറന്നു പറയണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യമായതുകൊണ്ട് ഞാനിനിയിപ്പം കുറച്ച് നാൾ ഇങ്ങനെയൊക്കെ തന്നെ ഇവിടെയൊക്കെ തന്നെ കാണും. ഓക്കെ, നന്ദഗോവിന്ദം ഭജൻസ് ഇന്ന് ബ്ലൂ സിംഫണി എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാമുണ്ട് ദുബായിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ. ഞങ്ങളത് കാണാൻ പോകണം. അപ്പോൾ ശരി, അപ്പോൾ ഈ മനസ്സിൻ്റെ ഭാരമൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടി. ഈ ഭജൻസൊക്കെ കേൾക്കുമ്പോഴേ എൻ്റെ മനസ്സിൻ്റെ ഭാരം എന്ന് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഒന്നും ആകും. പക്ഷെ അത് കഴിയുമ്പോൾ ഐ എം വെരി ഹാപ്പി. എൻ്റെ കാര്യങ്ങൾ ചെയ്ത് ഞാൻ മുന്നോട്ട് പോകും. ചില സമയങ്ങളിൽ കൈവിട്ട് പോകും കേട്ടോ, ടെമ്പററി ഇല്ല എന്നല്ല, മനുഷ്യരല്ലേ, എല്ലാം നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങൂലല്ലോ. എന്നതിലെ പറഞ്ഞ പോലെ നമ്മൾ വിവേകാനന്ദനോ അമൃതാനന്ദമയ്യോ സായിബാബയോ ഒന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ശ്രീ രവിശങ്കറോ സദ്ഗുരു ഒന്നും അല്ലല്ലോ. സദ്ഗുരുവിനൊക്കെ ദേഷ്യം വരുന്ന കാണാറുണ്ട് എന്തെങ്കിലും പറയുമ്പോൾ. അദ്ദേഹത്തിന് കൺട്രോൾ ചെയ്യാൻ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അത് കണ്ടിട്ട് ഇതെല്ലാം കേട്ടിട്ട് അതിനെപ്പറ്റി ഞാൻ നാളെ പറയാം കേട്ടോ. ഞാൻ കുറേ നാളുകളായി ഇത് കാണാൻ പോകണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ദുബായിൽ തന്നെ കാണാം എന്ന് കരുതി. ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് ചില ഇടങ്ങളിലായിരിക്കാം കാണേണ്ടതെന്ന് നിയോഗം ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ദുബായിൽ ഇത് ഭഗവാന്റെ നാമങ്ങൾ അധികവും ബ്ലൂ സിംഫണി എന്ന് പേരെന്താണെന്ന് വെച്ചാൽ കൃഷ്ണൻ്റെ ഗാനങ്ങളായിരിക്കും. എത്ര നല്ല രസമായിരിക്കും തോന്നണമല്ല ആയിരിക്കും. കാരണം അവർ അത്ര നാളുകളായിട്ടാണ് ഒരു ഫ്ലാറ്റിലിരുന്നിട്ട് ഭജന പാടിക്കൊണ്ടിരുന്ന സമയം മുതലേ ഞാൻ ഇവരെ ശ്രദ്ധിക്കുമായിരുന്നു. അമ്മയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു എപ്പോഴും, അമ്മ ഇത് കേട്ട് നോക്കൂ എന്ത് രസമാണെന്നൊക്കെ.
പക്ഷെ ഇപ്പോൾ അവരുടെ ലോകം നോക്കൂ, എന്താ അല്ലേ, എത്ര ഉയരങ്ങളിലാണല്ലേ അവർ പറക്കുന്നത്. ഞങ്ങൾ മാനസരോവറിൽ പോയപ്പോൾ ഇതിൽ ഒരു ആളുണ്ടായിരുന്നു, ജയൻ എന്ന് പറഞ്ഞിട്ടൊരു തബലിസ്റ്റ്, അല്ലെ, ഹാർമോണിയം. പുള്ളിയുടെ അമ്മയുണ്ടായിരുന്നു, ശാന്താമണി ചേച്ചി. അപ്പോൾ ആ ചേച്ചി ഇന്ന് വൈകുന്നേരം ഭജന പാടുമായിരുന്നു. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, നല്ല രസമായിട്ട് പാടും, വെറുതെ അല്ല. അന്നേ ആ നിയോഗം കണ്ടോ, ആ മകൻ ഇവരുടെ ഈ ഗ്രൂപ്പിൽ. അപ്പോൾ ചേച്ചി പറഞ്ഞു, മകൻ ആ ഗ്രൂപ്പിലുള്ളതുകൊണ്ട് മകൻ്റെ ഗിഫ്റ്റാണ് ഞാനിപ്പോൾ ഈ ഇതിന് വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. നല്ലൊരു അമ്മ. അപ്പോൾ കാണുകയാണെങ്കിൽ എനിക്ക് ഹലോ പറയണം ജയൻ്റെ അടുത്ത്, അധികം തിരക്കില്ലെങ്കിൽ. എനിക്ക് വേറൊരു ദുസ്വഭാവം ഉണ്ട്, ഈ ഇടയ്ക്കിട്ട് കയറിയിട്ട് ഇങ്ങനെ ചെന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു കുറച്ചിൽ പോലെ. എന്തിനാ വെറുതെ അവരുടെ സമയത്തിൽ നമ്മൾ ഒത്തിരി പേര് ഉണ്ടാവും അവിടെ അല്ലേ, ഫോട്ടോ എടുക്കാനൊക്കെ. എന്നാലും ഞാൻ ശ്രമിച്ച് നോക്കും, എൻ്റെ ഫാൾസ് ഈഗോയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പോയി. അതെന്താ ഞാൻ പറയുന്നറിയോ, ഈ ഗിഫ്റ്റ് കൊടുക്കാനും പിന്നെ ഫോട്ടോ എടുക്കാനും ഒക്കെ കല്യാണങ്ങൾക്ക് കയറാനായിട്ട് എനിക്ക് ഭയങ്കര മടിയാണ്, ക്യൂ നിന്നിട്ട്. ഞാൻ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ആദ്യം ഇടിച്ച് കയറി പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇറങ്ങി വരും. അപ്പോൾ ആൾക്കാർക്കൊക്കെ ദേഷ്യം വരും, ഇത് കേട്ടോ ഇവരെന്താ ഇങ്ങനെ പോണേന്നൊക്കെ ചോദിക്കും. അപ്പോൾ അത് വേണ്ടല്ലോ. ഇപ്പം അങ്ങനെ ഇല്ല, നമ്മൾ താഴെ നിന്നിട്ട് സെൽഫി എടുത്തിട്ട് അങ്ങ് വരും, മുകളിലേക്ക് കയറേണ്ട ആവശ്യമില്ല. പക്ഷെ ഇപ്പം എല്ലാവരും എന്നെ നിർബന്ധിക്കും, വാ കയറി വാ, സാരിയൊക്കെ ഫോട്ടോയിൽ വരട്ടെ എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും. പക്ഷെ എനിക്കിപ്പം മടിയാണ് അതൊക്കെ. അതൊരു ഈഗോ വളർന്നായിരിക്കും അല്ലേ. പണ്ടൊരു മടിയില്ല കേട്ടോ, എത്ര നേരം വേണമെങ്കിലും ക്യൂ നിന്നിട്ട് കയറി ഫോട്ടോ ഒക്കെ എടുത്ത് വരും. ചിലപ്പോൾ പ്രായത്തിൻ്റെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളിത് കേട്ട് നോക്കൂ. മല്ലിക ചേച്ചിയുടെ ഇത് എവിടെയെങ്കിലും തപ്പി കണ്ടുപിടിച്ച് അത് കേട്ട് നോക്കൂ കേട്ടോ. പിന്നെ ഞാനൊരു റീലിട്ടിട്ടുണ്ട്, അല്ല ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യൂ, ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ. അതിനെപ്പറ്റി നാളെ പറയാം. എന്തിനാന്ന് പറയട്ടെ, അതിൻ്റെ അടിയിൽ കമൻറ്റ്സ് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ. ഇത് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. ബൈ. കുറച്ച് നേരം കഴിഞ്ഞാൽ ലൈവ് വരാൻ പറ്റുമെങ്കിൽ ഞാൻ ഇച്ചിരി നേരം ലൈവ് വരും, 15 മിനിറ്റ്.